ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ ഒറ്റവാക്കിലുള്ള ചോദ്യോത്തരങ്ങളാണ്. അത് 1 മാർക്കിൻ്റെ ആണ്. 4 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് 4 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. മലാലയുടെ പ്രസംഗം പ്രധാനമായും ഏത് വിഷയത്തെക്കുറിച്ചാണ്? പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ, ശാസ്ത്ര പുരോഗതി, സാമ്പത്തിക വികസനം. നമുക്കറിയാം മലാലയുടെ പ്രസംഗം എന്തിനെക്കുറിച്ചാണ്? പ്രധാന വിഷയം എന്താണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം. ഇനി അടുത്തത്, മലാലയ്ക്ക് നേരെ ആക്രമണം നടന്നത് ഏത് വർഷമാണ്? 2010, 2011, 2012, 2013. ഉത്തരം എന്താണ്? 2012. ഇനി അടുത്തത്, വെടിവയ്പ്പിന് ശേഷം മലാലയിൽ ഉണ്ടായ മാറ്റമെന്ത്? ഭയവും നിരാശയും, മൗനവും പിന്മാറ്റവും, ആത്മവിശ്വാസവും ധൈര്യവും, പ്രതികാര ചിന്ത. അപ്പോൾ എന്താണ്? വെടിവയ്പ്പിന് ശേഷം മലാലയിൽ ആത്മവിശ്വാസവും ധൈര്യവും കൂടി, അല്ലേ? ഇനി അടുത്തത്, മലാല ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ആയുധ നിർമ്മാണം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, കൂടുതൽ നിയമങ്ങൾ, നികുതി വർധന. എന്താണ് മലാല ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ വാക്കുകളുടെ ശക്തി എന്ന് മലാല പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആയുധങ്ങളുടെ ശക്തി, സമാധാനപരമായ പോരാട്ടത്തിന്റെ ശക്തി, അധികാരത്തിന്റെ ശക്തി, സമ്പത്തിന്റെ ശക്തി. അപ്പം നമ്മുടെ വാക്കുകളുടെ ശക്തി എന്നതുകൊണ്ട് മലാല ഉദ്ദേശിക്കുന്നത് സമാധാനപരമായ പോരാട്ടത്തിന്റെ ശക്തിയാണ്. ഇനി അടുത്തത്, പൂജിക്കുക എന്ന അർത്ഥം വരുന്ന വാക്കേത്? തേവാരം, തോവാരം, തമോവരം, പൂജനീയം. അതിൽ തേവാരം എന്ന് പറഞ്ഞാൽ തേവാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പൂജിക്കുക എന്നാണ് അർത്ഥം. കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? യാത്രാവിവരണം, കവിത, ആത്മകഥ, ഗാഥാ പ്രസ്ഥാനം. ഏതാണ്? ആത്മകഥയാണ്. ഇനി അടുത്തത്, വാഴക്കൂട്ടങ്ങളിൽ നഷ്ടപ്പെട്ട കുടിലുകൾ എന്ന പദക്കൂട്ടങ്ങളുടെ ആശയം എന്ത്? വാഴക്കൂട്ടങ്ങളാൽ മറയപ്പെട്ട കുടിലുകൾ. ഇനി അടുത്ത 3 മാർക്ക് ചോദ്യങ്ങൾ നോക്കാം. മലാല സംസാരിക്കുന്നത് ആർക്കെല്ലാം വേണ്ടിയാണെന്ന് വിശദമാക്കുക. മലാല സംസാരിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല, അവളെ പോലെ ആക്രമിക്കപ്പെട്ടിട്ടും ശബ്ദമുയർത്താൻ കഴിയാത്ത ആയിരക്കണക്കിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് അവൾ സംസാരിക്കുന്നത്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് അവൾ വ്യക്തമാക്കുന്നു. അടുത്തത്, രവി കൂമൻകാവിന്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. എന്തായിരുന്നു ആ ചിത്രം? തേക്കിൻ കുറ്റികൾ 4-5 എണ്ണം, അതിനു മുകളിൽ നിർത്തിയിരിക്കുന്ന ഏറുമാടങ്ങൾ, ഒന്നിൽ സർബത്ത് കച്ചവടം, ഇതൊക്കെയാണ് കൂമൻകാവ്. പിന്നെ ഒരു കുഞ്ഞു മൈതാനം, അവിടെ പാത അവസാനിക്കുന്നു. അടുത്ത ചോദ്യം, സംഭവിച്ചതെല്ലാം ഞാൻ താപസ്വികളെ അറിയിച്ചു. എന്തായിരുന്നു സംഭവിച്ചത്? ദശരഥൻ കൗസല്യയോട് പറയും, ബ്രഹ്മമുഹൂർത്തത്തിൽ ആന വെള്ളം കുടിക്കുകയാണെന്ന് ധരിച്ച് എയ്ത അസ്ത്രം കുളത്തിൽ നിന്നും വെള്ളം സംഭരിക്കുന്ന ബാലന്റെ ശരീരത്തിൽ കൊണ്ടു. നിലവിളി കേട്ട് ഓടിച്ചെന്നു. അവന്റെ മാതാപിതാക്കൾ അന്ധരായിരുന്നു. അവർക്ക് ദാഹജലം സംഭരിക്കാൻ വന്നതാണവൻ. മകന്റെ ഈ ദുര്യോഗ വാർത്തയാണ് ദശരഥൻ താപസികളെ അറിയിച്ചത്. എനിക്ക് വ്യക്തമായി കാണാം. എന്താണ് ദശരഥന് വ്യക്തമായി കാണാൻ കഴിയുന്നത്? വിവരങ്ങൾ അറിഞ്ഞ താപസികൾ മകന്റെ മൃതദേഹം ദഹിപ്പിക്കാൻ ചിത കൂട്ടി. എന്നിട്ട് കത്തിയ ചിതയിൽ മൃതദേഹത്തിനൊപ്പം അവരും അതിൽ ചാടി. അവരെ അഗ്നി പൊതിഞ്ഞു. ഇതെല്ലാം ഇന്നും എനിക്ക് വ്യക്തമായി കാണാം എന്നാണ് ദശരഥൻ പറഞ്ഞത്. അക്കരെ ഊതിപ്പിടിച്ച മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി. ഇവിടെ അക്കരി എന്നതിന് ഒരു വിശദീകരണം നൽകുക. ഒരു കാലത്ത് അമ്പരമധ്യം തിളയ്ക്കുന്ന സൂര്യമണ്ഡലത്തിലെ തേജസ്വിയായ സൂര്യൻ തന്റെ കത്തിത്തീരലിന്റെ ഭാഗമായി തീക്കരിയായി മാറും. എന്നിരിക്കട്ടെ, എന്നാൽ സർഗശക്തിയുള്ള ഇവിടുത്തെ മനുഷ്യൻ സൂര്യന്റെ തീക്കരി കട്ടയിൽ നിന്നും മറ്റൊരു തേജോഗോളത്തെ പുനർനിർമ്മിക്കും. അതാണ് അവന്റെ ശാസ്ത്രശക്തിയും സർഗശക്തിയും. ശരപക്ഷിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വൃദ്ധന്റെ മറുപടി എന്തായിരുന്നു? ബാലൻ വളർന്നു. അവന് ഇപ്പോഴും ശരപക്ഷി എന്ന് വിളിക്കുന്ന പത്മരാഗ പക്ഷിയെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. ആ യാത്രയിലാണ് മലനിരകൾക്കു താഴെ ആ വൃദ്ധനെ കണ്ടുമുട്ടിയത്. വൃദ്ധൻ പറഞ്ഞു, ആ പക്ഷിയെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല. ആ മലനിരകളുടെ ഉയരത്തിലേക്ക് പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതായിരുന്നു വൃദ്ധൻ പറഞ്ഞ വാക്കുകൾ. വെടിവെപ്പിലൂടെ താലിബാൻ എന്താണ് ലക്ഷ്യമിട്ടത്? വെടിവെപ്പിലൂടെ മലാലയെ നിശബ്ദമാക്കാനും അവളുടെ സ്വപ്നങ്ങൾ തകർക്കാനുമാണ് താലിബാൻ ശ്രമിച്ചത്. എന്നാൽ അവർ അതിൽ പരാജയപ്പെട്ടു. മലാലയുടെ ശബ്ദം കൂടുതൽ ശക്തമായി ലോകമാകെ ഉയർന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മലാലയുടെ നിലപാട് എന്താണ്? വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിൻ്റെയും അവകാശമാണെന്ന് മലാല പറയുന്നു. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ഉറപ്പാക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു.
ഇനി അടുത്തത് 5 മാർക്ക് ചോദ്യങ്ങൾ നോക്കാം. മലാലയുടെ ജീവിതത്തിൽ ആക്രമണം ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിശദീകരിക്കുക. മലാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണം അവളെ തളർത്തിയില്ല. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും അവളിൽ വളർന്നു. അവർ പഴയ അതേ മലാല തന്നെയാണെന്നും അവളുടെ സ്വപ്നങ്ങൾ മാറിയിട്ടില്ലെന്നും അവൾ പറയുന്നു. ആക്രമണം തങ്ങളുടെ ലക്ഷ്യബോധം കൂടുതൽ ശക്തമാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെക്കുറിച്ചുള്ള മലാലയുടെ ആശയങ്ങൾ വിശദമാക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് മലാല പറയുന്നു. വിദ്യാഭ്യാസം, സമത്വം, നീതി എന്നിവ ഏവർക്കും അർഹമാണ്. ലിംഗഭേദം, വർണ്ണഭേദം, ജാതി വിവേചനം എന്നിവ അവസാനിപ്പിക്കണമെന്നും അവൾ ലോകത്തോട് ആവശ്യപ്പെടുന്നു. ചോദ്യം നോക്കാം. മലാലയുടെ പ്രസംഗം ലോകമാകെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം വിശദീകരിക്കുക. മലാലയുടെ പ്രസംഗം ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും വലിയ പ്രചോദനമാണ്. അക്രമവും ഭീഷണിയും വന്നാലും സ്വപ്നങ്ങളിൽ നിന്ന് പിന്മാറരുതെന്ന് അവൾ പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം മനുഷ്യനെ ശക്തനാക്കുന്ന ആയുധമാണെന്നും അറിവും ഐക്യവും സ്നേഹവും ലോകത്തെ മാറ്റിമറിക്കുമെന്നും അവൾ പറയുന്നു. ഒരുമിച്ചുള്ള ശബ്ദം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മലാലയുടെ ജീവിതം തന്നെ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ പ്രസംഗം ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും ശക്തമായ സന്ദേശമാണ്. പൗർണമി എന്ന കവിത ആധുനിക ലോകം മനസ്സിലാക്കേണ്ടതാണ്. വിശദമാക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്ന് കരുതുന്നത് നാം അവർക്ക് നൽകണം. ദയ വേണമെങ്കിൽ ദയ നൽകണം. സത്യം വേണമെങ്കിൽ നാം സത്യം പറയണം. പരോപകാരത്തിൻ്റെ കഥയും അതുതന്നെ. നൽകിയാലേ ലഭിക്കൂ. ഞാൻ ഒരു കണ്ണീർ കണം ദയവായി മറ്റുള്ളവർക്ക് വേണ്ടി പൊഴിക്കുമ്പോൾ അവരിൽ നിന്നും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തി തനിക്കും ലഭിക്കും. അപ്പോൾ മാനവ സ്നേഹത്തിൻ്റെ ഉദാത്തത എന്നിൽ നിറയും. സമത്വ സാഹോദര്യ ഭാവം ഉണരും. ആ സമയം മനസ്സ് പൗർണമിയുടെ പ്രകാശിത പൂർണിതയിൽ പ്രക്ഷോഭിക്കും. ഒരാൾ പൂർണ്ണ മനസ്സോടെ സഹോദര ഭാവത്തിൽ മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ അയാളിൽ സന്തോഷം ശക്തമാകും അർത്ഥം. ഇനി കുറച്ച് ഒറ്റവാക്കിലുള്ള ചോദ്യങ്ങൾ, 1 മാർക്കിന്റെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ കർത്താവ് ആര്? CN ശ്രീകണ്ഠൻ നായർ, OV വിജയൻ, ആശാമേനോൻ, വൈക്കം മുഹമ്മദ് ബഷീർ. ആരാണ്? OV വിജയൻ. കൂമൻകാവ് എന്നത് ഏതു തരത്തിലുള്ള സ്ഥലമായിരുന്നു? വലിയ നഗരം, പർവ്വത പ്രദേശം, ചെറു ഗ്രാമ വിപണി, കടൽ തീരം. എന്താണ്? ചെറു ഗ്രാമ വിപണി. ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന ഭാഗത്തിൽ സംസാരിക്കുന്നത് ആര്? രാമൻ, ലക്ഷ്മണൻ, ദശരഥൻ, മുനി. ദശരഥൻ. ദശരഥനെ വേദനിപ്പിക്കുന്ന പ്രധാന ഓർമ്മ എന്ത്? രാജ്യഭരണം, വേട്ടയാടൽ, കുമാരന്റെ വധം, വനവാസം. എന്താണ്? കുമാരന്റെ വധം. കുമാരൻ പുഴക്കരയിൽ എത്തിയത് എന്തിനാണ്? കളിക്കാൻ, കുളിക്കാൻ, അച്ഛനമ്മമാർക്ക് ദാഹജലമെടുക്കാൻ, മത്സ്യബന്ധനത്തിന്. എന്താണ്? അച്ഛനമ്മമാർക്ക് ദാഹജലമെടുക്കാനാണ് കുമാരൻ പുഴക്കരയിൽ എത്തിയത്. ഒരു തൂവലിന്റെ കഥയിൽ ബാലനെ ആകർഷിച്ചത് എന്താണ്? മഞ്ഞപ്പൂക്കൾ, തെളിനീർ, പത്മരാഗ പക്ഷി, മലനിരകൾ. എന്താണ്? പത്മരാഗ പക്ഷി. ബാലന്റെ ജീവിത ദിശ മാറ്റിയത് എന്താണ്? യാത്ര, ദാഹം, പക്ഷിയുടെ ചിറകടി, വൃദ്ധന്റെ ഉപദേശം. എന്താണ്? പക്ഷിയുടെ ചിറകടി. ഒരു തൂവലിന്റെ കഥയിലെ പത്മരാഗ പക്ഷി സൂചിപ്പിക്കുന്നത് എന്തിനെ? ഭയം, സ്വപ്നം, ആഗ്രഹം, മരണം, ദാരിദ്ര്യം. എന്താണ്? സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം. ബാലൻ അവസാനമായി എവിടെയാണ് എത്തുന്നത്? മരുഭൂമിയിൽ, ഗ്രാമത്തിൽ, പർവ്വതശിഖരത്തിൽ, കാടിൽ. പർവ്വതശിഖരത്തിലും. ഈ പാഠഭാഗത്തെ പൊതുവായി കാണുന്ന ആശയം എന്ത്? യുദ്ധം, സമ്പത്ത്, യാത്രയും അനുഭവങ്ങളും, രാഷ്ട്രീയം. എന്താണ്? യാത്രയും അനുഭവങ്ങളും.